പണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും UK മതിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് കാനഡയായിരുന്നു, എല്ലാവരും കാനഡയായിരുന്നു, മനസ്സിലായോ. പിന്നെ ഇപ്പോൾ അത് ഓസ്ട്രേലിയ ആയി, മനസ്സിലായി. പിന്നെ അത് ന്യൂസിലൻഡ്. ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് പോലെയാണ്. പല കൺട്രിക്കും പല ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റും ഉണ്ട്, അക്കാഡമിക് റിക്വയർമെൻറ്റും ഉണ്ട്. എല്ലാവരും അതിൽ മീറ്റ് ചെയ്യണമെന്നില്ല, മനസ്സിലായി. അപ്പം നമ്മൾ ഏത് കൺട്രി ചൂസ് ചെയ്താലും ഏത് കോഴ്സാണോ ആ കോഴ്സ് പഠിത്തം കഴിഞ്ഞാൽ എനിക്കവിടെ ജോലി കിട്ടുമോ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പേരൻസ് ചിന്തിക്കാത്തതും പിള്ളേർ ചിന്തിക്കാത്ത ഈ ഒരു പോയിൻ്റാണ് ചിന്തിക്കാത്തത്. അപ്പോൾ അതിനാണ് അവർക്ക് ഗൈഡൻസ് വേണ്ടത്. അവിടെയാണ് വി ആർ ദെയർ ടു ഹെൽപ്പ്. കറക്റ്റ്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ 3 രാജ്യങ്ങളും, അതായത് UK ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രീസ് ആണ് എന്നാണ് പൊതുവേ കേട്ടിട്ടുള്ളത്. ഇപ്പൊ സത്യത്തിൽ അങ്ങനെയാണോ, അതോ എല്ലാ രാജ്യത്തെയും പോലെ തന്നെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് മാത്രമാണോ അവിടെ ഉള്ളത്? എക്സ്പെൻസീവ് ആണ്. ഏത് കൺട്രി എടുത്താലും നമുക്ക് ഇപ്പം കറൻ്റ് ഒരു മിനിമം ഒരു 10 ലക്ഷം വർഷം ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഏറ്റവും കുറഞ്ഞത്. ഓസ്ട്രേലിയ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, 15 lakhs അബവ് വരും പെർ ഇയർ, മനസ്സിലായി. അപ്പോൾ അത് പലരുടെയും ഇതുപോലെ ഇരിക്കും. പക്ഷെ കൂടുതലും പേരൻസിന് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഇഷ്യൂ വരുന്നില്ല. ദ ഗുഡ് പാർട്ട് ഇസ് ഇങ്ങനത്തെ കൺട്രീസ് ഫോക്കസ് ചെയ്താൽ തന്നെ ഇവർക്കൊരു സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ട്. പഠിത്തം കഴിഞ്ഞാൽ 2, 3, 4 വർഷം അവിടെ നിൽക്കാൻ പറ്റും. നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ ഇതിൽ അടയ്ക്കാൻ പറ്റും. അടയ്ക്കുന്ന കുറേ പഠിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന പിള്ളേരുണ്ട്, അടയ്ക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ട് അറിയുന്നില്ല.